ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും കോയമ്പത്തൂർ പോകുന്ന വഴിയിൽ മേനോൻപാറ എന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒഴലപ്പതി എന്ന സ്ഥലത്തേക്ക് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് മലമുകളിൽ ഒരു മുരുകൻ ക്ഷേത്രം ഉണ്ടെന്ന് കുറേ നാളായിട്ട് അറിവുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല, ഞാനിതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് അവിടെ ഒന്ന് പോകാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു യാത്ര. കോയമ്പത്തൂർ ജില്ലയിലെ കിണത്തുക്കടവ് എന്ന സ്ഥലത്തു നിന്നും 14 കിലോമീറ്റർ ദൂരത്തിലാണ് മുത്തുമലൈ മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഗൂഗിൾ മാപ്പിൽ എൻ്റെ വീട്ടിൽ നിന്നും കാണിക്കുന്ന ദൂരം 28 കിലോമീറ്ററാണ്. കേരള തമിഴ്നാട് അതിർത്തിയായ ഒഴലപ്പതി കഴിഞ്ഞ് തമിഴ്നാടിൻ്റെ ഭാഗമായ പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളികേര ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പൊള്ളാച്ചിയുടെ സമീപ പ്രദേശമായതിനാൽ ഈ ഒരു പരിസരത്ത് പോകുന്ന വഴിയെല്ലാം തെങ്ങിൻ തോപ്പുകൾ കാണാം. അങ്ങ് ദൂരെ കാണുന്ന കുന്നിൻ മുകളിലാണ് നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന മുത്തുമലൈ ശ്രീ മുരുകൻ ക്ഷേത്രം. ഇവിടെ നിന്നും വലത്തോട്ട് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. മുത്തുമല അടിവാരത്തെത്തി. ഇവിടെ നിന്ന് മലമുകളിലേക്ക് നല്ല ടാറിട്ട റോഡുണ്ട്. അതിനാൽ നമ്മൾ ബൈക്കിൽ വന്നാലും കാറിൽ വന്നാലും അമ്പലത്തിനടുത്ത് വരെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ ചെല്ലാൻ സാധിക്കും. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം തൊഴുതാനായി അമ്പലത്തിലേക്ക് കയറി. തൊഴുന്നതിന് ശേഷം അമ്പലം വലം വച്ചു. വിശ്രമിക്കാനായി ഒരുപാട് ഇരിപ്പിടങ്ങൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അല്പം നേരം വിശ്രമിച്ചതിന് ശേഷമാണ് അമ്പലത്തിന് പുറത്തിറങ്ങിയത്. ഉച്ചസമയമായതിനാൽ തൊഴുത് പുറത്തിറങ്ങിയതും പ്രസാദം ലഭിച്ചു. തൈര് ചോറ്, നാരങ്ങാച്ചോറ്, പിന്നെ കുറച്ച് കടുമധുരം. അത് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നും അടുത്ത അമ്പലം കാണാനായി യാത്ര തുടർന്നു. ഇവിടെ നിന്നും അടുത്തു പോയത് 12 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള ശൂലക്കൽ മാരിയമ്മൻ ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങൾ പോയ സമയത്ത് നട അടച്ചിരുന്നതിനാൽ 1 മണിക്കൂറോളം കാത്തിരുന്നതിന് ശേഷമാണ് അമ്പലത്തിനകത്തേക്ക് പോയത്.
തൊഴുത് കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു.